ഹലോ വെൽക്കം ബാക്ക് ഇൻ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മോൻ്റെ സ്കൂളിൽ നിന്നൊരു പഠനയാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടീച്ചർ പറഞ്ഞ പ്രകാരം 5:30 സ്കൂളിലെത്താണ് ചെയ്തത്. 5:30 എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങളൊരു 6-6:30 ആ ഒരു ടൈമിനായിരുന്നു തോന്നുന്നു കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ, ടീച്ചേഴ്സും കുട്ടികളും അതുപോലെ പാരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ പുലർച്ചെ എന്നെ പുറപ്പെട്ടുകൊണ്ട് ഉറക്കച്ചടവ് എന്നുള്ളൊരു കാര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല പാട്ടൊക്കെ നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നോസിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മൂന്നാളെയും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചൂസിനൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടത്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പഠനയാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഫാമിലി ആയിട്ട് ഓരോ യാത്ര പോകുന്നല്ലാണ്ട് ഇങ്ങനെ ചരിത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയൊന്നും ഞങ്ങൾ ഈ അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പഠനയാത്ര ആയതുകൊണ്ട് തന്നെ സാറ് മൈക്കിലൂടെ നമുക്ക് ഈ വയനാടിൻ്റെ ചരിത്രം അതുപോലെ തന്നെ കരിന്തണ്ടൻ്റെ കാര്യങ്ങളും പിന്നെ ഈ ചങ്ങലമരത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ +1 +2 പഠിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് സെൻറ്റ് വിൻസെൻ്റ് കോളനി ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു കേട്ടോ. അതൊരു കോൺവെൻറ്റ് സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു തിരഞ്ഞെടുത്ത വിഷയം. അപ്പോൾ ഞങ്ങൾക്ക് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ക്ലാസ് ടീച്ചർ വിൻസി സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ സിസ്റ്റർ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ വയനാടിൻ്റെ ഓരോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിലും കൂടി സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മടി കാരണം ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ആരൊക്കെയോ കരിന്തണ്ടൻ്റെ ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസിലത്താണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ആ ഒരു സ്കൂൾ ജീവിതമൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചതിന് സാറിനോട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് വയനാട് ജില്ലനെ പറ്റി തന്നെ പറയട്ടോ. വയനാട് ജില്ല എന്ന് പറഞ്ഞൊരു ജില്ല ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു ജില്ല രൂപം കൊണ്ടത്. ഒരു 1980 നവംബർ 1-നാണ് കേട്ടോ ഇത് രൂപം കൊണ്ടത്. ചില ജില്ലകളിലെ സ്ഥലങ്ങളൊക്കെ കൂടി കൂട്ടിയെടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വയനാട് എന്നുള്ളൊരു ജില്ല രൂപം കൊടുത്തത്. അപ്പോൾ ഏതൊക്കെ ജില്ല എന്ന് വെച്ചാൽ അത് കോഴിക്കോടും കണ്ണൂരുമാണ്. കേരള സംസ്ഥാനത്തിലെ 12ാം ജില്ലയാണ് നമ്മുടെ ഈ വയനാട് ജില്ല. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴുകുന്ന ഒരു നദി എന്ന് പറയുന്നത് കബനി നദിയാണ്. കൽപ്പറ്റ ആട്ടോ വയനാടിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ നമ്മുടെ കർണാടക പിന്നെ തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല കൂടിയാണ് വയനാട്. ചിലപ്പോൾ ഞാൻ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടൊക്കെ എന്തിനാ അതിങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഞാനൊരു ഹിസ്റ്ററി പഠിച്ചതെന്ന് പറയുന്ന ആളെന്ന നിലയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെ ഈ ഒരു ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഹിസ്റ്ററി പഠിച്ചതെന്ന് പറയുന്നത്. എന്നെപ്പോലുള്ള ചില വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയും കുറച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് പിന്നെ കാൽനട യാത്രയായിട്ട് ഇവിടെ കരിന്തണ്ടൻ്റെ ഈ ഒരു സ്മാരകത്തിൻ്റെ മുമ്പിലേക്കാട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ബസ് ഇറങ്ങിയിട്ട് ഇത്രയും ദൂരം നടക്കുന്നത് എന്നൊക്കെ. പിന്നെ കേട്ടോ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായത്. എല്ലാ ആളുകളും പിന്തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ അടിവാരം മുതൽ ഈ ഒരു സ്ഥലം വരെ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് നമ്മുടെ കരിന്തണ്ടനെ ബന്ധിപ്പിച്ച ചങ്ങലമരം. ഇതിന് പിന്നിലും പല ഐതിഹ്യങ്ങളും അതുപോലെ പീഡിപ്പിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. താമരശ്ശേരി ചുരം തന്നെ കണ്ടുപിടിച്ച അതിൻ്റെ ഉപജ്ഞാതാവായ കരിന്തണ്ടനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ചങ്ങലമരത്തിലാണ്. അപ്പോൾ അതിൻ്റെ കഥകൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നാലെ തന്നെ പറയാം കേട്ടോ. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതാ സാർമാരും ടീച്ചർമാരൊക്കെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്. രാവിലത്തേക്ക് ഇഡ്ഡലി ചട്നി സാമ്പാറായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേമാതിരി ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സാർമാർ തന്നെയാണ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികളും പേരൻസും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ വേറൊരു വയനാടിനുള്ള ഒരു ലേക്കിലേക്കായിരുന്നു കേട്ടോ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മെയിനായിട്ടും സിപ്പ് ലൈൻ പിന്നെ ബോട്ടിങ് കർലാക്കിങ് ഷിപ്പിങ് ചങ്ങാടം പിന്നെ കുട്ടികൾ കുറച്ച് ആക്ടിവിറ്റീസ് ഈ ചിൽഡ്രൻസ് പാർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്.
അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ഞങ്ങളിത് അവിടെ ഒരു പൂപ്പൊലി 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാട്ടോ വന്നിരിക്കുന്നത്. അവിടെ ഫുള്ള് ഫ്ലവേഴ്സാണ്, കുറേ കാണാൻ നല്ല രസമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിന്തണ്ടൻ്റെ കഥ, അതായത് ഈ വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്ലേസാണ് നമ്മുടെ ലക്കിടി. ഇതൊരു നടപ്പാത മാത്രമായിരുന്നു. അപ്പോൾ അതൊരു വലിയ വഴിയാവുന്നതിൻ്റെ പിന്നിൽ ഒരു കഥ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കരിന്തണ്ടൻ്റെ കഥ. അദ്ദേഹം ഈ ചിപ്പിലത്തോട് കാടുകളിൽ ആടുകളെയും മൃഗങ്ങളെയൊക്കെ മേയിച്ച് നടന്ന ഒരു പണിയൻ മൂപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വയനാട് ഈ ലക്കിടി ഭാഗത്ത് എല്ലാ കാടുകളും അതുപോലെ എല്ലാ സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു വട്ടച്ചിറ എന്ന് പറഞ്ഞൊരു കോളനിയിലാട്ടോ ജനിച്ചതും ജീവിച്ചതും ഒക്കെ. അപ്പോൾ ആ കോളനിയൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രദേശം അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ സാധനങ്ങളും, അതായത് ഈ വയനാടൻ ഉൽപ്പന്നങ്ങളും അതുപോലെ മഞ്ഞളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ ഒരു വഴി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കരിന്തണ്ടൻ്റെ സഹായം അവർ തേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം കാണുന്ന ഈ 3 മലനിരകൾ, അതായത് ഈ 9 വളവുകൾ അറിയപ്പെടുന്നത് എയർപിൻ വളവുകൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായപ്രകാരം കണ്ടുപിടിച്ചിട്ട് അവരെ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തിട്ട് പിന്നീട് ഇദ്ദേഹത്തെ അവർ കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ വഴി മറ്റാർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമെന്നോ അതുപോലെ തന്നെ ഈ ഒരു പ്രശസ്തി ഇവർക്ക് നഷ്ടപ്പെടും, ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവർ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആചാരപ്രകാരം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വള അത് കാട്ടിൽ കളഞ്ഞു പോകുകയും, അതായത് ഇവരത് മോഷ്ടിച്ചിട്ട് അദ്ദേഹത്തിനെ മെല്ലെ കാട്ടിലേക്ക് വിളിച്ചെടുത്ത് അവിടുന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം ഈ ഒരു വഴിയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴും ബ്രിട്ടീഷുകാരോട് അദ്ദേഹത്തിന് ആകേണ്ട ഒരു അഭ്യർത്ഥന എൻ്റെ ഈ നാട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് മാത്രമാണ് കേട്ടോ. എന്നിട്ടും അദ്ദേഹം പിന്നോക്ക സമുദായമായതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിനെ വധിക്കപ്പെട്ടതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും പിന്നീട് അവിടെ അങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ പകൽ സമയത്തും അതുപോലെ രാത്രി സമയങ്ങളിൽ ഒരു രൂപം വണ്ടികളുടെ മുമ്പിലേക്ക് വരികയും അപ്പം ആ രൂപത്തിനെ വണ്ടികൾ വെട്ടിക്കാൻ ശ്രമിക്കുകയും അതിനോടുകൂടി തന്നെ അപകടം ഉണ്ടാവുകയും അതുപോലെ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഹിന്ദു ആചാരപ്രകാരം കരിന്തണ്ടൻ്റെ ഈ ആത്മാവിനെ ഈ മരത്തിനോട് ഈ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മരം വളരുന്നതിനനുസരിച്ച് തന്നെ ഈ ചങ്ങലയും വളരുന്നു എന്നുള്ളൊരു അത്ഭുതം കൂടി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് മായ്ച്ചു കളയാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതെങ്കിലും കൂടി ഇന്നത് മായ്ക്കാനാവാത്ത ഒരു ചരിത്രം തന്നെ ആയിട്ട് അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറെയും കുറേ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.